ഇന്ന് എന്റെ കൂടെ ഉള്ളത് മായാവി. എന്റെ ഒറിജിനൽ നെയിം ശരിക്കും മായാവി എന്നാ. ഏറ്റവും കൂടുതൽ ചിരിച്ചു പോയ ട്രോൾ ഏതാ കൂട്ടത്തില്? സലീമേട്ടന്റെ ഒരു പിക്ചർ വെച്ചിട്ട് മായാവി സിനിമയില് അതിൽ വെച്ചിട്ട് പരസ്യമായിട്ട് അവന് ഗുരുപൂജ ചെയ്യണമെന്ന് ഞാൻ പറയുന്നത് എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യും എന്നാ പറഞ്ഞു. നിങ്ങളെയൊക്കെ ചിരിപ്പിക്കുമെന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങളൊന്ന് കരയാതിരിക്കാനും ഞാൻ ശ്രമിക്കുന്നുണ്ട്. ടോപ്പിൽ വന്ന സ്കിറ്റിൽ ഒരെണ്ണം രാഷ്ട്രീയക്കാരെ തന്നെ ട്രോളിക്കൊണ്ടുള്ളത്. അതിൽ ഞാൻ രാഷ്ട്രീയം നോക്കിയിട്ടില്ല. ഞാൻ എല്ലാവരെയും കാര്യം പറഞ്ഞിട്ടുണ്ട്. ജയിച്ചാലും തോറ്റാലും നാട് തോക്കാതിരുന്നാൽ മതി. അഹങ്കാരിയാണ്, ധിക്കാരിയാണ്, വാശിക്കാരിയാണ്. ന്യായം എന്റെ ഭാഗത്താണെങ്കിൽ ഞാൻ അഹങ്കരിക്കുക തന്നെ ചെയ്യും. ട്രൂ കോളറിലെ നെയിം മാറ്റിയിട്ട് കുയി ചമ്മിപ്പോയെ അങ്ങനെ ഞങ്ങൾ പ്രണയിച്ച് വിവാഹം കഴിച്ചിട്ട് 9 വർഷം പ്രണയിച്ചു. അങ്ങനെ വിവാഹം കഴിച്ചാണ് ഞാൻ ഇങ്ങോട്ട് പോരുന്നത്. പച്ചയ മനുഷ്യനെ ഇന്ന് രാഷ്ട്രീയം കളഞ്ഞിട്ടൊക്കെ ആസ്വദിച്ച് അടിപൊളിയാണ്. എൻ്റെ പാർട്ടി ഏതാ, നിന്റെ മതം ഏതാ, എൻ്റെ പോക്കറ്റ് പൈസ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാനൊരു സൗഹൃദങ്ങളും സൂക്ഷിക്കാറില്ല. അപ്പം മനുഷ്യേച്ചി എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ബെസ്റ്റ് വിഷസ് എന്നൊക്കെ പറഞ്ഞ്. ഫേസ്ബുക്കിലും അതിലൊക്കെ ട്രോളുകളും സപ്പോർട്ടും ചേച്ചി വോട്ട് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി പേര് പറയുന്നുണ്ട്. നമ്മുടെ വാർഡിലുള്ള അല്ലെന്നേ ഉള്ളൂ. ഞാനിങ്ങനെ നിൽക്കുമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് സപ്പോർട്ടാണ്. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ഇവിടെ കൂട്ടുകാരൊക്കെ പറയുന്നുണ്ട് ഇലക്ഷൻ കഴിയുമ്പോൾ മായ മുകളിൽ നിന്ന് എറിഞ്ഞിടുന്ന കയറില്ല എന്ന് പറഞ്ഞു. എനിക്ക് കൂട്ടുകാരെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എൻ്റെ കൂടെ നടക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ ലുട്ടാപ്പി എന്നൊക്കെ ഒരു പേര് വരും. മമ്മൂക്കയുടെ സിനിമ ഇറങ്ങി കഴിഞ്ഞായിരിക്കും എനിക്ക് ഇച്ചിരി അഭിമാനം തോന്നി. ഈ അമ്മയുടെ ഇനിഷ്യലി വി തന്നെ കെട്ടിയതാരാ? വി മായ എന്ന് ഇട്ടാൽ പോരെ. മായ കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു ഡോട്ട് ഇടാൻ പാടില്ലേ? പേര് പറയുമ്പോഴത്തേക്ക് ആശാൻ ചിലർ പറയും മായൻകുട്ടി വി എന്നാണ്. മായൻകുട്ടി വി എന്നാണ് അവന്റെ ശരിയായ പേര്. അന്നങ്ങാണ് പേരൊന്ന് തിരുത്താൻ പാടില്ലേ? സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. ഓക്സിജൻ, ദ സ്മാർട്ട് ഫോൺ എക്സ്പെർട്ട്. വെൽക്കം ടു മൂവ്വെൽ മീഡിയ. നമ്മൾ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഫുൾ മായാവിയുടെ മയമാണ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് മായാവി. വെൽക്കം. താങ്ക് യു. ഇൻസ്റ്റ ഓപ്പൺ ചെയ്താലും ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്താലും മുഴുവൻ ഈ മായാവിയാണല്ലോ. അതെ അതെ. എവിടെ ഇപ്പം കുറച്ച് പേര് എന്നെ മെൻഷൻ ചെയ്തപ്പോഴാണ് ഞാൻ ഈ സംഭവം അറിഞ്ഞത്. നിങ്ങൾ വിളിച്ചു പിന്നെ ഞാൻ നോക്കി കുറേ. ഞാൻ വിചാരിച്ച് ഇതിൻ്റെ ഈ നമ്മളിതിന് നിൽക്കുന്ന ഇലക്ഷൻ്റെ പ്രമാണിച്ചുള്ള മെൻഷനാണെന്ന് വിചാരിച്ചു. പിന്നെ മൊത്തം ട്രോളാണ്. മായാവിയെ വിജയിപ്പിക്കുക. അതെ. ഏറ്റവും കൂടുതൽ ചിരിച്ചു പോയ ട്രോൾ ഏതാ കൂട്ടത്തില്? അതിൽ മറ്റേ സലീമേട്ടൻ്റെ ഒരു പിക്ചർ വെച്ചിട്ട് മായാവി സിനിമയില് അതിൽ വെച്ചിട്ട് എൻ്റെ ശിഷ്യനാണ്, ആശാന് ഗുരുപൂജ ചെയ്യണമെന്നുണ്ട്. വേറൊരെണ്ണം ഉണ്ടായിരുന്നല്ലോ, ശരിക്കും പേര് മായൻകുട്ടി വി. അതൊരു വീഡിയോ എടുത്തിട്ട് ഇന്നലെ പോസ്റ്റർ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് നമ്മുടെ ഇവിടെ നാട്ടിൽ തന്നെ എൻ്റെ കൂത്താട്ടുള്ളെന്ന് പറഞ്ഞൊരു ചാനൽ ഇട്ടിട്ടുണ്ട്. മായൻകുട്ടി വി അത് വെട്ടിച്ചുരുക്കി മായാവിയാക്കി. ശരിക്കും ഈ മായാവി എങ്ങനെയാ മായാവിയായത്? എൻ്റെ ഒറിജിനൽ നെയിം ശരിക്കും മായാവി എന്നാ. കുറെ പേര് കമന്റ്സ് ഒക്കെ ഇടുന്നുണ്ട്, ഇനി കോമഡിക്ക് വേണ്ടിയിട്ട് ഇട്ടതാണോ ഇതിന് വേണ്ടിയിട്ടാണോ, മായ കഴിഞ്ഞിട്ട് ഒരു ഡോട്ട് ഇടാൻ പാടില്ല. മായാവി മായ കഴിഞ്ഞിട്ടൊരു സ്പേസ് ഉണ്ട്, പിന്നെ വി, അവിടെ ഡോട്ട് ഇല്ല. അപ്പൊ അത് ശരിക്കും അങ്ങനെ മായാവി വി എന്നുള്ളത് എൻ്റെ അമ്മയുടെ പേരാ, വാസന്തി. അതെ, അങ്ങനെ മായാവിയായി. ഈ ഇലക്ഷന് സത്യം പറഞ്ഞാൽ ഒത്തിരി ചെറുപ്പക്കാരായിട്ട് ഒരുപാട് ചെറുപ്പക്കാർ ഈ തവണ ഇറങ്ങിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഫേമസ് ആയത് മായാവിയാണ്, ഈ ഒരു പേര് കൊണ്ടും കൂടി അല്ലേ? ശരിക്കും ചെറുപ്പം മുതലേ ഈ ആ ഒരു പേര് ഒരുപാട് ബെനിഫിറ്റുകൾ തന്നിട്ടുണ്ടോ? ചെറുപ്പം മുതലേ എനിക്ക് ഒന്ന് മമ്മൂക്കയുടെ സിനിമ ഇറങ്ങി കഴിഞ്ഞായിരിക്കും എനിക്ക് ഇച്ചിരി അഭിമാനം തോന്നി. മറ്റേ മരത്തിലുള്ള മായാവി മാത്രമേ എല്ലാവർക്കും അറിയുള്ളായിരുന്നു. അപ്പൊ അന്ന് എനിക്ക് പേരങ്ങനെ എനിക്ക് കൂട്ടുകാരെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എൻ്റെ കൂടെ നടക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ ലുട്ടാപ്പി എന്നൊക്കെ ഒരു പേര് വരും. അത് കാരണം അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞാണ് പിന്നെ ഈ സിനിമയൊക്കെ ഇറങ്ങി. പിന്നെ മായാവി എന്നുള്ള പേര് ഞാൻ കുറച്ചൊക്കെ ആസ്വദിക്കാൻ തുടങ്ങി. സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ കൂടെ നിൽക്കുന്നവരെ സ്രാങ്കത്തൊക്കെ വിളിക്കാൻ തുടങ്ങിയോ? അങ്ങനെ എല്ലാവരും പിന്നെ മായൻകുട്ടി വി, മ്യായാവി എന്നൊക്കെ പറയും. മ്യായാവി ശരിക്കും അങ്ങനെ പറയാറുണ്ടോ? മ്യായാവി പറയാറുണ്ട്. അടിപൊളി. അപ്പോൾ ഈ ട്രോളാണല്ലോ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത്. ഇത് കൂടാതെ ഈ ട്രോളൊക്കെ കണ്ട ആളുകളൊക്കെ കുറെ വിളിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. ഫാമിലിയുടെ ഒക്കെ റിയാക്ഷൻ എങ്ങനെയാണ്? കൂടുതലും ഞാനിത് കണ്ടിട്ട് എനിക്കിങ്ങനെ കുറച്ച് പേര് ഷെയർ ചെയ്ത് തന്നു, പിന്നെ മെൻഷൻ ചെയ്തു. പിന്നെ ഞാനിതൊക്കെ ഇങ്ങനെ ആസ്വദിക്കുന്ന ആളാ, കോമഡികൾ ആസ്വദിക്കുന്ന ആളാ ഞാൻ. നമുക്കറിയാലോ, സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്ന ആളാണ്. അത് കാരണം കൊണ്ട് ഞാനത് ഭയങ്കരമായിട്ട് ആസ്വദിച്ചു. അപ്പൊ ഇന്ന് രാവിലെ തന്നെ ഞാനത് ഫേസ്ബുക്കിൽ ഇടുകയും ചെയ്തു. ട്രോളുകൾ ഞാൻ ആസ്വദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഷോർട്സ് എടുത്തിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഈ സലീമേട്ടന്റെ ട്രോളും എടുത്തിടുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ. അതിൽ ഇഷ്ടപ്പെടുന്നുണ്ട്. അതായത് ട്രോള് രണ്ട് രീതിയിലുണ്ടല്ലോ, പോസിറ്റീവും നെഗറ്റീവും. ഇത് മൊത്തത്തിൽ ആ പോസിറ്റീവ് ട്രോളാണ്. കോമഡി അല്ലേ? അതെ, എനിക്കൊന്ന് ആളുകൾക്ക് ആ ഒരു ഇഷ്ടം വരാനായിട്ട് ഈ ഒരു ചിരിയും കുറെ ഹെൽപ്പ് ചെയ്യുന്നു. തീർച്ചയായിട്ടും
ഒരു ചിരി മായാവി നമ്മുടെ സ്കൂളിൽ അല്ലെങ്കിൽ ഇവിടെ കല്യാണം കഴിച്ചപ്പോൾ അങ്ങനെ ഇല്ലെങ്കിലും ഈ ടി വി ഒരു ചിരി വന്നു കഴിഞ്ഞാൽ കുറച്ച് പേര് ഈ പേര് ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നെ കുറേ പേര് ഈ പേരിൻ്റെ കമൻറ്റുകൾ ഇടാനൊക്കെ തുടങ്ങി. പിന്നെ എല്ലാവരും എന്നെ മായാവി മായാവി എന്ന് വിളിക്കാൻ തുടങ്ങി. അതെ, അതങ്ങ് എൻജോയ് ചെയ്ത്. ഫാമിലിയുടെ റെസ്പോൺസ് എങ്ങനെയാ? ഫാമിലിക്കൊക്കെ ഒരുപാട് ഇഷ്ടം. പേരിൽ ഇല്ല എങ്കിലും എല്ലാവർക്കും അല്ല, മൊത്തത്തിൽ ഇപ്പൊ ഈ ഇലക്ഷന് നിൽക്കുക ഇതൊക്കെ ആരും പ്രതീക്ഷിക്കുന്നതല്ലല്ലോ. നമ്മൾ നാച്ചുറലി സംഭവിച്ചു പോയതാണല്ലോ ഈ ഇലക്ഷന് വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അതിപ്പോ എന്താ ഫാമിലിയുടെ റെസ്പോൺസ് എങ്ങനെ? ഇങ്ങനെയൊക്കെ നിൽക്കുവോ, ഇലക്ഷനൊക്കെ നിൽക്കുവോ? അവർ പ്രതീക്ഷിച്ചിരുന്നു ഇതൊക്കെ? ഞാനിങ്ങനെ സംസാരിക്കുന്നതൊക്കെ കൊണ്ട് എൻ്റെ വീട്ടുകാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഹസ്ബൻഡിനും ഹസ്ബൻഡ് ഇങ്ങനെ പുള്ളി ഒന്നിനും നിർബന്ധിക്കാത്തൊരു ടൈപ്പാണ്. പുള്ളി രാഷ്ട്രീയക്കാരനാണ്. അപ്പം നിർബന്ധിക്കാറൊന്നുമില്ല. അപ്പം ഞാനിങ്ങനെ നിൽക്കുകയെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് സപ്പോർട്ടാണ്. പുള്ളി ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ നാട്ടുകാർ ഭയങ്കര സപ്പോർട്ടാണ്. അതെ, ഞാൻ ഈ ഒരു ചിരിയുടെ സ്കിറ്റുകളൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ നോക്കിയപ്പോഴത്തേക്ക് ടോപ്പിൽ വന്ന സ്കിറ്റിൽ ഒരെണ്ണം രാഷ്ട്രീയക്കാരെ തന്നെ ട്രോളിക്കൊണ്ടുള്ളതാണ്. അതൊരു 3-4 മാസം മുമ്പ് അല്ലേ? കുറച്ച് നാളായിട്ടുള്ളൂ. അപ്പൊ ഇത്ര പെട്ടെന്ന് അത് ചെയ്യുമ്പോൾ പ്രതീക്ഷിച്ചിരുന്നു ഞാനൊരു 4-5 മാസം കഴിയുമ്പോഴത്തേക്ക് ഞാൻ തന്നെ ഈ ഒരു സ്ഥാനത്ത് എത്തും എന്നുള്ളത്? അതൊരിക്കലും ഇല്ല. ഇല്ല. അതിൽ ഞാൻ രാഷ്ട്രീയം എന്ന് പറഞ്ഞ നമ്മൾ ജനങ്ങൾ പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ബമ്പർച്ചിരി കാണുന്നത് ഒരുപാട് പേര് വീട്ടിലിരിക്കുന്നവരെ കാണുന്നത്. അപ്പം അവർക്ക് മനസ്സിലാവേണ്ട രീതിയിൽ നമ്മൾ ഈ പാലം പണി, പിന്നെയുള്ള റോഡിലെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. നമ്മൾ ചിലപ്പം നിസ്സാരമായിട്ട് പോകുന്നു. ഇപ്പം നമുക്കറിയാം വയറ്റിലെ തന്നെ നമ്മുടെ വയറ്റിൽ ഇപ്പോഴാണ് അവിടെ ശരിയാക്കിയത്. മെട്രോയുടെ ഫ്രണ്ടിലൊക്കെ കുളം കണക്ക് കിടക്കും. അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് എപ്പോഴും എനിക്ക് സമൂഹത്തോട് പറയാനുള്ളത്, ഇപ്പം ഞാൻ ഹാസ്യവൽക്കരിച്ച് പറയും. അപ്പം അതിൽ ഞാൻ രാഷ്ട്രീയം നോക്കിയിട്ടില്ല. ഞാൻ എല്ലാവരെയും കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അത് കമൻ്റ് ഇടുന്നവർ പറഞ്ഞത് രണ്ടുകൂടെ മിക്സ് ചെയ്യരുത്. ഇപ്പം ഞാൻ ഇനി ഇത് കഴിഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ ചെന്ന് പറയുമ്പം എനിക്ക് സാധാരണ കോമഡി എന്ന് തോന്നുന്നു അത് ആ രീതിക്ക് ആസ്വദിച്ചാൽ മതി. അല്ലാതെ അയ്യോ ഇവൾ ആ പാർട്ടിയല്ലേ, അപ്പോൾ അവൾ ഈ പാർട്ടിയെ പറഞ്ഞില്ലേ, അങ്ങനെയില്ല. അത് സാധാരണപ്പെട്ട ഒരാൾക്ക് പച്ചയ മനുഷ്യനെ ഇന്ന് രാഷ്ട്രീയം കളഞ്ഞിട്ടൊക്കെ ആസ്വദിച്ച് അടിപൊളിയാ. അതിനകത്ത് പറയുന്നുണ്ടായിരുന്നല്ലോ, രാഷ്ട്രീയത്തിൽ നമ്മൾ ചേർന്നു എന്നല്ല പറയുന്നത്, രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങി എന്നാ പറയുന്നത്. എന്നിട്ട് ഒരു എക്സാമ്പിൾ വെച്ചിട്ടുണ്ടായിരുന്നു, കിണർ പണിക്കാരും അങ്ങനെ ഇറങ്ങി എന്നാ പറയുന്നത്. എല്ലാം ഒരു കലക്കവെള്ളത്തിലെ പരിപാടി. ഇപ്പൊ ഇറങ്ങി കഴിഞ്ഞപ്പോ എന്താ ഫീൽ ചെയ്യുന്നത്? ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് പേരെ എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഇത്തിരി പ്രായമുള്ള അമ്മച്ചിമാർക്കും ചാച്ചമാർക്കും അവർക്കൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പോൾ അവരോടൊക്കെ സംസാരിക്കുക, അവരൊക്കെ വീട്ടിലൊക്കെ പോവാം. ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന പോലെ ഇപ്പോഴാണ് ഞാൻ ഇതിലൊക്കെ ഇറങ്ങുന്നത്. അതുകൊണ്ട് എനിക്ക് ഞാൻ അത് ചെയ്തു ഇത് ചെയ്യുന്നുള്ള അവകാശവാദങ്ങളൊന്നും എനിക്കില്ല. ചെയ്യും എന്നുള്ളൊരു വിശ്വാസം, വാഗ്ദാനങ്ങളൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. അപ്പം ഞാൻ പറയുന്നത് എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യും എന്നാണ് പറഞ്ഞത്. ഞാൻ പറയാറുണ്ട്, ഞാൻ നിങ്ങളെയൊക്കെ ചിരിപ്പിക്കുമെന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങളൊന്ന് കരയാതിരിക്കാനും ഞാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ മഞ്ജു ചേച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മളെ ആരും ഭരിക്കാൻ വരണ്ട, പക്ഷെ ഞങ്ങൾക്കൊന്ന് ഭരിക്കണം. അപ്പോൾ ഒന്ന് ആഗ്രഹിച്ചിരുന്നതായിരുന്നോ ഭരണം? അല്ല, നമുക്കൊന്ന് ഭരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. സ്ത്രീകൾക്ക് പൊതുവെ സ്ത്രീകൾക്ക് അങ്ങനെ അപ്പോൾ പറയുമ്പോൾ ഞാനതൊരു ഇത് മാത്രമേ കോമഡി മാത്രമേ അത് കണ്ടിട്ടുള്ളൂ. അതെ, നമ്മൾ ഇതേപോലെ കോൾ ചെയ്ത സമയത്തൊക്കെ വാട്സാപ്പിന്റെ ബയോ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ബയോ? അഹങ്കാരിയാണ്, ധിക്കാരിയാണ്, വാശിക്കാരിയാണ്. ന്യായം എൻ്റെ ഭാഗത്താണെങ്കിൽ ഞാൻ അഹങ്കരിക്കുക തന്നെ ചെയ്യും. എന്താ അത് ഇടാനുള്ള ഒരു പ്രചോദനം? അത് ന്യായം എൻ്റെ ഭാഗത്താണെങ്കിൽ എനിക്ക് ശബ്ദം ഉയർത്താൻ പറ്റുമല്ലോ. അതെ, ന്യായം എൻ്റെ ഭാഗത്തല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ മൗനമായിട്ട് നിൽക്കും. അപ്പം എൻ്റെ ഭാഗത്തുള്ളതിനൊക്കെ എനിക്ക് ശരിയെന്ന് തോന്നുന്നതിനെതിരെ ഞാൻ ശബ്ദിക്കും, സംസാരിക്കും, പോരാടും. ഇങ്ങനത്തെ കുഞ്ഞു ടെക്നിക്കൽ പരിപാടികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ. ട്രൂ കോളറിൽ എന്താ ചെയ്തു വെച്ചത്? അത് ട്രൂ കോളറിൽ ചിലർ മായാവി എന്നുള്ള നമ്പർ എടുത്തിട്ട് ചിലപ്പോൾ ട്രൂ കോളറിൽ അവർ വിളിക്കും. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ആ ട്രൂ കോളറിലെ നെയിം മാറ്റിയിട്ട് കുയി ചമ്മിപ്പോയെ അതിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ മായാവിയുടെ ഇതേപോലത്തെ കുഞ്ഞു തമാശകളൊക്കെ എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കൊട്ടാരക്കരക്കാരിയായിട്ടുള്ള മായാവി എങ്ങനെയാണ് കൂത്താട്ടുകുളത്ത് എത്തിയത്? ഞാൻ ഹോട്ടൽ മാനേജ്മെൻറ്റാണ് പഠിച്ചത്. ഞാൻ പഠിച്ചത് വർക്ക് ചെയ്തൊക്കെ എറണാകുളത്താണ്. അപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ആ പ്രായത്തിൽ നമുക്ക് പ്രണയമുണ്ടല്ലോ, ഏത് പ്രായത്തിലുണ്ടോ ആ പ്രായത്തിൽ പ്രണയം കുറച്ച് സീരിയസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്രണയിച്ച് വിവാഹം കഴിച്ചത് 9 വർഷം പ്രണയിച്ചു. വിവാഹം കഴിച്ചാണ് ഞാൻ ഇങ്ങോട്ട് പോരുന്നത്. അതെ, അപ്പോൾ ഈ പറയുന്ന ഒരു ഇലക്ഷന് നിൽക്കുമ്പോൾ ഉള്ള ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവം, അപ്പൊ ഒരു പാർട്ടി നമ്മൾ ചൂസ് ചെയ്യണമല്ലോ. എനിക്ക് സ്റ്റാൻഡപ്പ് കോമഡി ചെയ്ത സമയത്ത് അങ്ങനെ ഒരു പാർട്ടിയോടും താല്പര്യം അധികം ഇല്ലാത്ത ഒരാളെ പോലെ തോന്നിയത്. അപ്പൊ ഞാൻ നിൽക്കുന്ന സമയത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭവം അത് എങ്ങനെ? താല്പര്യം ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. മനസ്സിലുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ എൻ്റെ ഹസ്ബൻഡ് പാർട്ടി പ്രവർത്തകനും ഞാനിങ്ങനെ എഴുതുക, വായിക്കുക, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ എനിക്കിഷ്ടമാണ്. സംസാരിക്കാൻ ഇഷ്ടമാണ്. എൻ്റെ ഹസ്ബൻഡ് കുറച്ച് സൈലൻ്റ് ആണ്.
അപ്പോൾ എനിക്ക് പുള്ളിയോടൊരു ഇഷ്ടം തോന്നുന്നതും സഖാവായതുകൊണ്ട് ഒരു ഇഷ്ടമുണ്ട്. എല്ലാവരും നമുക്ക് ഇഷ്ടമാണ്, സ്നേഹമാണെങ്കിലും ഒരു പ്രത്യേക സ്നേഹവും കരുതലും ഒക്കെ ഉണ്ട്. അപ്പം അന്ന് മുതലേ എനിക്കൊരു ഇഷ്ടം ഉണ്ട് ഉള്ളിൽ. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ടും പബ്ലിഷ് ചെയ്തിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. എന്നാലും ആ ഒരു സഖാവിനോടും ആ ഒരു പാർട്ടിയോടും ഒക്കെ ഒരു മനസ്സിലൊരു ഇഷ്ടമുണ്ട്. അതെ. അപ്പൊ അങ്ങനെ തന്നെയാണ് ഇലക്ഷൻ നിൽക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു വ്യക്തി നമ്മളൊക്കെ എങ്ങനെയാണോ നമ്മളെ സ്വാധീനിക്കുന്നത്, ആ വ്യക്തി നിൽക്കുന്ന ചുറ്റുപാടുകൾ എങ്ങനെയാണോ അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ ഞാൻ ഈ പരിപാടിക്കൊക്കെ പോകുന്ന സമയത്തും ഒക്കെ എന്നെ പുള്ളി അത്രയും സപ്പോർട്ടാണ്. പരിപാടിക്ക് ഇതിന് പോകുന്നതും ഞാൻ ഒറ്റയ്ക്കൊക്കെയാണ് എല്ലാ ഷൂട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോകുന്നത്. അപ്പൊ അതിനൊക്കെ പുള്ളി സപ്പോർട്ടാണ്. അപ്പൊ അതുപോലെ തന്നെ പുള്ളിയുടെ ചുറ്റുപാടുള്ളവർ നമുക്ക് സപ്പോർട്ടാണ്, വീട്ടുകാർ സപ്പോർട്ടാണ്. അപ്പൊ നമ്മൾ എന്തുകൊണ്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന് നമ്മൾ തിരിച്ച് നമുക്കൊരു ഇഷ്ടം തോന്നും, സ്നേഹം തോന്നും. ആ ഒരു ഇഷ്ടവും സ്നേഹമൊക്കെ കൊണ്ടാണ് ഇതിലോട്ട് വരുന്നത്. ഒരു ചിരിയിൽ പെർഫോം ചെയ്യാൻ വരുമ്പോൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും മഞ്ചേച്ചിയുടെ അടുത്തായാലും കാർത്തികേയൻ്റെ അടുത്തായാലും ഒക്കെ ഒരു കുറച്ചുകൂടെ അടുപ്പമുള്ള പോലെ ഫീൽ ചെയ്യും. ഇവരൊക്കെ ഇത് അറിഞ്ഞപ്പോഴത്തേക്ക് അവരുടെയൊക്കെ റിയാക്ഷൻ എന്തായിരുന്നു? മഞ്ചേച്ചി എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ബെസ്റ്റ് വിഷസ് എന്നൊക്കെ പറഞ്ഞ്, ട്രോളൊക്കെ ഉണ്ട്. അങ്ങനെ അവരൊക്കെ നല്ല വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. എന്നാലും അവരാരും എക്സ്പെക്ട് ചെയ്ത് കാണത്തില്ല അല്ലേ ഇങ്ങനെ? ഈ പേരിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ശരിക്കും ആരാ ഇട്ടത് മായ എന്നുള്ള പേര്? എൻ്റെ അച്ഛനും അമ്മയും അല്ലേ? ലൈക്ക് അച്ഛൻ അമ്മ അങ്ങനെ ആരെങ്കിലും ഒരാളായിരിക്കും ഇട്ടത്? അച്ഛനും അമ്മയും കൂടിയാണ് അച്ഛൻ ഇട്ടെന്നാണ് പറയുന്നത്. എന്നിട്ട് കറക്റ്റ് ഈ അമ്മയുടെ ഇൻഷ്യലി വി തന്നെ കെട്ടിയത് ആരാ? ഞങ്ങളുടെ നാട്ടിൽ കുറച്ച് പേർക്കൊക്കെ ഇങ്ങനെ അമ്മമാരെ ഇൻഷ്യലി ചേർക്കാറുണ്ട്, വി പേരിൻ്റെ ഒരു വീന്ന് ചേർക്കാറുണ്ട്, അമ്മയുടെ പേര് ചേർക്കാറുണ്ട്. അപ്പം എനിക്ക് വായിക്കാനും എഴുതാനൊക്കെ കുറച്ച് ഇഷ്ടമാണ്. അപ്പം ഞാൻ എൻ്റെ പേര് മായ വാസന്തി എന്ന് ഫുള്ളായിട്ട് ഫേസ്ബുക്കിൽ മലയാളത്തിലായിരുന്നു ഇട്ടിരുന്നത്. പിന്നെ ഞാൻ സ്റ്റാൻഡപ്പ് കോമഡിയിലൊക്കെ കയറി കഴിഞ്ഞപ്പോഴാണ് ഞാനത് മായാവി എന്ന്, നമസ്കാരം ഞാൻ മായാവി എന്നാണ് പരിചയപ്പെടുന്നത്. അങ്ങനെ ഞാൻ പിന്നെ മായാവി എന്നാക്കിയത്. അപ്പോൾ കുറേ കമൻസ് വരുന്നത് നിങ്ങൾ കോമഡിക്ക് വേണ്ടി ഇട്ടതാണോ, ഇപ്പം എൻ്റെ പോസ്റ്ററുകൾ ഇറങ്ങുമ്പം അതിനിടയിൽ വരുന്ന കമൻസ് വി മായ എന്ന് ഇട്ടാൽ പോരെ, മായ കഴിഞ്ഞ് നിങ്ങൾക്കൊരു ഡോട്ട് ഇടാൻ പാടില്ലേ. ചിലരെങ്കിലും വിചാരിക്കുമല്ലോ നമ്മൾ മനഃപൂർവ്വം പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഈ ഇലക്ഷൻ ടൈമിൽ അത് ഇപ്പൊ ഒരു ചിരി എല്ലാവരും കാണണം എന്നില്ല, അത് കാണാത്ത കുറച്ച് ആളുകളും കാണുമല്ലോ. അപ്പൊ അവര് മേ ബി വിചാരിക്കത്തില്ലേ നിങ്ങൾ ഈ ഒരു ഇലക്ഷൻ സമയത്ത് ആ ഒരു പ്രചാരണത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ വിചാരിക്കുന്നുണ്ട്. കുറേ പേര് അങ്ങനെ കമൻസ് ഉണ്ട്. അല്ലാതെ പൊതുവെ അങ്ങനെ വിചാരിക്കും. അപ്പം ഞാൻ എൻ്റെ പേര് മായ എന്ന് പറഞ്ഞാൽ ദീർഘനിശ്വാസപ്പെട്ടിട്ടാണ് വി പറയുന്നത്. എന്നാലും ചില ചാച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ പറയാം മായാവി ഒന്ന് ചോദിക്കും. അതെ, ഇത് ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണല്ലോ ഈ ട്രോള് വരുന്നത്. അപ്പോൾ മേ ബി നമ്മൾ തന്നെ ഇന്റൻഷനലി ഇത് പുറത്ത് വിട്ടതാണെന്നും ചിലർ വിചാരിക്കുന്നുണ്ടായിരിക്കുമല്ലോ. അങ്ങനെ വിചാരിക്കുന്നുണ്ടായിരിക്കും. എനിക്ക് കുറേ പേര് ഇത് അയച്ചു തന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. പക്ഷേ ഞാൻ തിരക്ക് കാരണം ഞാൻ ഇൻസ്റ്റാഗ്രാം അങ്ങനെ കയറൽ ഇച്ചിരി കുറവാണ്. അപ്പം ഞാനിത് കുറച്ചെനിക്ക് അയക്കുന്നിടയ്ക്ക് ഞാൻ എടുത്ത് ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്തൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. എനിക്കത് ഭയങ്കരമായിട്ടും ഞാൻ ഭയങ്കരമായിട്ട് അത് ആസ്വദിക്കുന്നുണ്ട്. അതങ്ങ് എൻജോയ് ചെയ്യുന്ന ട്രോളാണ്. അതെ, ഈ ട്രോളിനെ ഇനി ഈ നമ്മുടെ ഇലക്ഷന്റെ ഭാഗമായിട്ട് ഈ ട്രോളുകളെ തന്നെ ഏതൊക്കെ തലത്തിൽ യൂസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്? ട്രോളുകളെ അതിനി കുറച്ച് ഞാൻ ചിന്തിക്കണം. കാരണം ഞാനൊരുത്തി ഈ നാടെങ്ങനെയും എൻ്റെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കുമ്പോൾ വേറെ കുറേ ടീമുകൾ സോഷ്യൽ മീഡിയാസിലുള്ള കുറേ പേര് അവർ നോക്കുന്നത് എൻ്റെ വോട്ടിൽ അവർക്ക് അതിൻ്റെ വ്യൂവേഴ്സ് എങ്ങനെ അത് അവരുടെ ഒരു പ്ലസ് പോയിന്റ് ആണ്. എൻ്റെ ഈ ട്രോൾ ഇപ്പോൾ ഇറങ്ങിയിട്ട് നിങ്ങളടക്കമുള്ളവരോട് എന്നെ അന്വേഷിച്ച് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ എൻ്റെ ഒരു പേര് വെച്ചിട്ടോ അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുന്നോട്ടോ നിങ്ങൾക്ക് ചിലപ്പോൾ സ്റ്റാൻഡപ്പ് ചെയ്യുന്ന മായവേ നിങ്ങൾക്ക് അറിയാം. അതിനേക്കാൾ ഉപരി എനിക്കിപ്പം ഇൻ്റർവ്യൂസ് ഇപ്പം കുറേ പേര് എന്നെ വിളിക്കുകയൊക്കെ ചെയ്യുന്നു. അന്ന് എനിക്ക് ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ, ഇല്ലെന്നല്ല. ഇപ്പം ഈ ഒരു ട്രോൾ വന്നതിൻ്റെ പേരിലും കുറച്ച് സോഷ്യൽ മീഡിയാസും അങ്ങനെയുള്ളവർ അവർക്ക് ആ ഒരു രീതിക്കും കൂടി സപ്പോർട്ട് കിട്ടുന്നുണ്ടല്ലോ. മനസ്സിലായി. ഈ പാർട്ടി ഓഫീസിലുള്ള ആളുകൾ തന്നെ ഇവരൊന്നും ഇങ്ങനത്തെ ഒരു ട്രോളുകളോ ഇതിന് മുമ്പത്തെ ഇലക്ഷൻസിലൊന്നും ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇലക്ഷന് മുമ്പ് എന്തായാലും കണ്ടിട്ടില്ലായിരിക്കും. കാരണം ഇലക്ഷന് ശേഷം ചിലപ്പോൾ എന്തെങ്കിലും ഇവർ മെമ്പർ ആയതിനു ശേഷം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ സ്ഥാനം കിട്ടിയതിന് ശേഷം ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ട്രോള് വന്നിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും. ഇലക്ഷൻ മീൻസ് വോട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനൊരു ട്രോള് ഇവരൊന്നും കണ്ടിട്ടേ ഇല്ലായിരിക്കും. ഈ ട്രോളുകൾ കാണുമ്പോൾ ഈ ഓഫീസിലുള്ള ഇവരുടെ റിയാക്ഷൻ എങ്ങനെയാ? ഇത് മായവിന്റെ ഞങ്ങൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഷെയർ ചെയ്ത് തരും, എന്നിട്ട് ഇരുന്ന് ചിരിക്കും. എല്ലാവരും ഇരിക്കുമ്പോൾ അങ്ങനെ സംസാരിക്കാറുണ്ട് കേട്ടോ അതിനെപ്പറ്റി. എല്ലാവരും അത് മൊത്തത്തിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. അതെ, വീട്ടുകാർക്കും ഇത് ഇപ്പം ചേച്ചി അയച്ചു കൊടുക്കാണ്ട് തന്നെ അല്ലാതുള്ളവരും അയച്ചു കൊടുക്കുന്നുണ്ടായിരിക്കും ഈ ട്രോളുകളൊക്കെ. അവരും ആസ്വദിക്കുന്നുണ്ട്. മൊത്തത്തിൽ ഈ മായാവിയുടെ ഒരു തരംഗം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഈ ട്രോളൊക്കെ ഇങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയ്ക്കാണ് വാട്സപ്പ് ഒന്നും ഉപയോഗിക്കണില്ല, ചെറിയ ഫോണാട്ടോ ഉപയോഗിക്കണത്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അന്നങ്ങാണ് പേരൊന്ന് തിരുത്താൻ പാടില്ലേ. ശരിക്കും അപ്പൊ എന്തെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടോ? ഇത് ഞാൻ പറയുന്നത് തമാശക്ക് എൻജോയ് ചെയ്ത് പറയുന്നത്. ചെറുപ്പത്തിൽ എന്നെ കൂട്ടുകാർ കളിയാക്കുമായിരുന്നു. അപ്പം ഞാൻ അമ്മയോട് അമ്മ പേര് മാറ്റണോ അമ്മ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു 10ാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് എൻ്റെ
ഇതിൽ ചെറിയ തിരുത്തലുകൾ ജനനം ഡേറ്റ് ഒക്കെ തിരുത്തേണ്ടി വന്നപ്പോൾ അപ്പം അമ്മ പറഞ്ഞു നിൽക്കണ പേരൊക്കെ തിരുത്താട്ടോ എന്നിങ്ങനെ അമ്മ വെറുതെ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു തിരുത്താൻ പറ്റുമെന്ന് അറിയില്ല. അമ്മ എന്നോട് പറഞ്ഞ് തമാശ രീതിക്ക് പറഞ്ഞപ്പോൾ ഞാൻ ഇല്ല അമ്മച്ചി എനിക്ക് എനിക്ക് ആ പേര് ഇഷ്ടപ്പെട്ട് വി എന്നുള്ളത് അമ്മയുടെ പേരാന്നൊക്കെ മനസ്സിലായി. ഇപ്പം ചെറുപ്പത്തിൽ അതല്ല, ഞാൻ മറ്റേ മായാവി എന്നുള്ളൊരിതായിരുന്നു. ചെറുപ്പത്തിൽ നേരത്തെ പറഞ്ഞില്ല എൻ്റെ കൂടെ കൂട്ടുകാരൊന്നും ഉണ്ടാവത്തില്ല, ഈ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ട്സിനെയൊക്കെ ലുട്ടാപ്പി എന്നൊക്കെ കളിയാക്കി വിളിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാണോ ചുമ്മാ തമാശയായിട്ട് പറഞ്ഞാണോ? അല്ല, എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു ആര്യ. അപ്പൊ ഇവളെ എപ്പോഴും ഇങ്ങനെ കാണുമ്പോൾ പിള്ളേരിങ്ങനെ തമാശ കേൾക്കും ലുട്ടാപ്പിന്ന് മായാവി വന്നില്ലേ എന്ന് ചോദിക്കും. അപ്പൊ അങ്ങനെ കൂടെ നടക്കുന്നവർക്ക് ഒരു പേര് വീഴും. അതുകൊണ്ട് കൊച്ചിയിൽ അങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ കുറവായിരുന്നോ? ഫ്രണ്ട്സ് ഉണ്ട് എങ്കിലും ഇങ്ങനെ കളിയാക്കും എന്ന് പറഞ്ഞു. ഇങ്ങനെ മറ്റേ രണ്ടുപേരായിട്ട് ഇങ്ങനെ എപ്പോഴും കൂടെ നടക്കാനേ ആളുണ്ടാവത്തില്ല. അതെ, ടീച്ചേഴ്സ് ഒക്കെ കളിയാക്കും. എല്ലാവരും സിബ്ലിങ്സ് ഒക്കെ ഉണ്ടോ? എനിക്കൊരു ചേട്ടനുണ്ട്. ചേട്ടന്റെ പേരെന്താ? ചേട്ടന്റെ പേര് മനൂന്ന. മനൂന്ന. ഈ വേറെ ഇൻഷ്യൽ ചേട്ടന്റെ പേര് എൻ്റെ അച്ഛന്റെ പേര് ബാബുന്ന. ബാബുന്ന. ചേട്ടൻ ഇട്ടിരിക്കുന്ന ഇൻഷ്യൽ അച്ഛന്റെ പേര് മനു ബി. മനു ബീന. എനിക്ക് അമ്മയുടെ പേര് മായാവി. മായാവി. വേറെ ഏതെങ്കിലും മായാവിയെ കണ്ടിട്ടുണ്ടോ? അല്ലാതെ ഇല്ല, വേറെ മായാവിയ ബാലരമേലെ മായാവി അല്ലാതെ. ഈ കഴിഞ്ഞ പ്രൊഫൈലിൽ ഒരു വീഡിയോ എടുപ്പുണ്ടല്ലോ, റിയൽ ആയിട്ട് മായാവിയുടെ വേഷം കെട്ടിയ ഒരാളുടെ കൂടെ സ്കിറ്റിന് വേണ്ടിയിട്ട് ദിനേശ് ദാമോദരൻ എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിക്കാരൻ അത് ചെയ്തപ്പോൾ ഞങ്ങൾ കോമഡി അവരുടെ കൂടെ നിന്ന് സ്കിറ്റ് ചെയ്തു. അടിപൊളി. ഈ നമ്മുടെ ഈ ഒരു ചിരിക്കകത്തിൽ തന്നെ സ്കിറ്റിനകത്ത് പറയുന്നുണ്ടായിരുന്നു, രാഷ്ട്രീയത്തിൽ ഒരിക്കലും മതം കൊണ്ടുവരരുത്, ആകെ അറിയുന്ന മതം ആനയ്ക്ക് മതം ഇളകിയതാണെന്നുള്ള രീതിയിൽ. ആ ഒരു സ്റ്റേറ്റ്മെന്റിലോട്ട് പോകാനായിട്ടുള്ള കാരണം എന്താ? അതങ്ങനെ മതപരമായിട്ട് എടുക്കുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ രാഷ്ട്രീയം. എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിപ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ കേട്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് സംസാരിക്കാൻ കേൾക്കുക മാത്രമല്ല, നിങ്ങൾ സംസാരിക്കുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണോ അതിൻ്റെ പ്രശ്നങ്ങൾ, നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ സന്തോഷിച്ച ഒരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊപ്പം ചിരിക്കാം, നിങ്ങൾ കരയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഞാനൊന്ന് ചേർത്ത് പിടിക്കാനായിരിക്കും. അപ്പം അങ്ങനെയുള്ളത് കേൾക്കാനും ചേർത്ത് പിടിക്കാനും എനിക്ക് ഇഷ്ടമാണ്. അതിലപ്പം ഞാൻ നിങ്ങളെ ചേർത്ത് പിടിക്കാൻ വരുമ്പോൾ നിങ്ങൾ ആരെയാണ് പൂജിക്കുന്നത് എന്നുള്ളതൊക്കെ എനിക്ക് സെക്കൻഡ് അത് ഞാൻ അന്വേഷിക്കുന്നില്ല. എൻ്റെ മുന്നിൽ നിൽക്കുന്നവരെ കരയരുത് മാത്രമേ ഞാൻ ഇതുള്ളൂ. അത് പിന്നെ മതം എന്നൊക്കെ അത് ചുമ്മാ ആളുകൾ ചിലപ്പോൾ കുത്തിക്കയറ്റൊക്കെ പറയുന്നതായിരിക്കും. അതിലേക്കൊന്നും ഞാൻ അങ്ങനെ പോകുന്നില്ല. ഈ ഏറ്റവും കൂടുതൽ ട്രോള് വരുന്നത് നമ്മുടെ മായാവി സിനിമ റിലേറ്റഡ് ആയിട്ടും സലീമേട്ടൻ്റെ ട്രോളും ഇതൊക്കെ. എപ്പോഴെങ്കിലും സലീമേട്ടനെ മമ്മൂക്കനെയൊക്കെ കാണാനൊരു അവസരം കിട്ടി നേരിട്ട് പോയി ഇങ്ങനെ പറയോ, ഞാൻ എൻ്റെ പേര് മായാവി എന്നാണ്, എനിക്ക് ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്നുള്ള? സലീമേട്ടനെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അന്ന് ഞാൻ ഇത്ര പ്രോഗ്രാമിന് എങ്ങനെയൊന്നും കണ്ടെന്നേ ഉള്ളൂ. എപ്പോഴെങ്കിലൊക്കെ ചിലപ്പോൾ അവരെ കാണുമ്പോൾ ഞാൻ പറയുമായിരിക്കും. എന്തായിരിക്കും പറയാൻ പോകുന്നത്? അവരടുത്ത് ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങളുടെ സിനിമയൊക്കെ കൂടുതൽ ഒരു പക്ഷേ എന്നെ ആളുകൾ ആ ഒരു പേരിപ്പോഴും എന്നിലൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പറയും. പേര് പറയുമ്പോഴത്തേക്ക് ആശാൻ ചിലർ പറയും മായൻകുട്ടി വീണ അങ്ങനെ ഒരു സംഭവം പറയും. പിന്നെ ഇപ്പം എൻ്റെ ഒരു ട്രോളിൽ മായാവിയുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിരുന്നു. ചുളുവിനൊരു മ്യൂസിക് കിട്ടിയിട്ടുണ്ട് സ്ഥാനാർത്ഥിക്കുന്നു സ്വന്തമായിട്ട്. ആളുകൾ പറയുന്നുണ്ട് ചുളുവിന് മായാവിക്കൊരു മ്യൂസിക് കൂടെ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത്. ഇവരൊക്കെ ഈ ട്രോളുകളൊക്കെ എടുത്ത് ഷെയർ ചെയ്യുന്നുണ്ടോ? അതെ ശെയർ ചെയ്യുന്നു. അതെ, ഇലക്ഷൻ അപ്പോൾ നന്നായിട്ട് ഈ ട്രോളുകൾ അവരിന്ന് ചെയ്യുന്നത് വെറുതെ അല്ല, യൂസ് ചെയ്യുന്നുണ്ട്. എനിക്കിപ്പം ഫേസ്ബുക്കിലും അതിലൊക്കെ ട്രോളുകളും സപ്പോർട്ടും ചേച്ചി വോട്ട് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി പേര് പറയുന്നുണ്ട് നമ്മുടെ വാർഡിലുള്ളവർ അല്ലെന്നേ ഉള്ളൂ. അങ്ങനെ കുറെ പുറത്തങ്ങനെ സപ്പോർട്ട് കിട്ടും, നമുക്ക് അകത്തൊരു സപ്പോർട്ട് കിട്ടണമല്ലോ. അതെ, വേറെ ഒരു വാർഡിൽ നിൽക്കുന്ന ആളുകൾക്കും ഇങ്ങനെ മറ്റു വാർഡിൽ നിന്ന് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് പോലും ഇങ്ങനെ വന്ന് സംസാരിക്കുക വിളികളോ ഒന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ എന്തായാലും പണ്ട് ബുള്ളിങ് വന്നപ്പോഴും, മീൻസ് ബുള്ളിങ് അല്ല, ഇങ്ങനെ ആളുകൾ കളിയാക്കിയപ്പോഴൊക്കെ വിഷമിച്ച പേര് കൊണ്ട് ഇപ്പോൾ നല്ല ഉപയോഗം ഉണ്ടായി. അതെ, ഹസ്ബൻഡിന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ റിയാക്ഷൻ എങ്ങനെയാ? ഹസ്ബൻഡിനെ അവർ കോൾ ചെയ്ത് അവരുടെയൊക്കെ റിയാക്ഷൻ എങ്ങനെയാ? മായാവി എയറിലാണെന്ന് എപ്പോഴും പറയാറുണ്ട്. രാഷ്ട്രീയത്തിന്റെ സംഭവം കഴിഞ്ഞപ്പോൾ പിന്നെ സോഷ്യൽ മീഡിയാസിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓരോന്നിനെ പറ്റി ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അതെന്തെങ്കിലുമൊക്കെ എടുത്ത് ആരെങ്കിലും ട്രോളാക്കി ഇങ്ങനെ പോകുമല്ലോ. അപ്പം എന്നോട് ഇവർ പറഞ്ഞത് ഇന്ന് രാവിലെയൊക്കെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇവിടെ കൂട്ടുകാരൊക്കെ പറയുന്നുണ്ട് ഇലക്ഷൻ കഴിയുമ്പോൾ മായ മുകളിൽ നിറഞ്ഞിടുന്നത് എയറിലാന്ന് പറഞ്ഞു. അങ്ങനെ പറയുന്നുണ്ട്. അതെ, അപ്പോൾ മൊത്തത്തിൽ ഫുൾ ഫാമിലി, ഫ്രണ്ട്സ്, ഇവരുടെ പാർട്ടി ഓഫീസിലുള്ള ആളുകൾ മൊത്തത്തിൽ ഫുൾ സപ്പോർട്ടാണ്. അതെ, സോഷ്യൽ മീഡിയാസിൽ കുറച്ച് ആളുകൾ ഇങ്ങനെ സൗഹൃദമാണ്. എനിക്ക് സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് ഇൻസ്റ്റയിലൊക്കെ ഞാൻ സൗഹൃദം സൂക്ഷിക്കുന്ന ആളാണ്. എനിക്കിപ്പോൾ ഞാൻ ഇപ്പോൾ ഭയങ്കര ഒരാളുമായിട്ട് ഫ്രണ്ട്ഷിപ്പാന്ന് വെച്ചാൽ അയാളുടെ പാർട്ടിയോ മതമോ പണമോ അതൊന്നും ഞാൻ നോക്കുന്നില്ല. പക്ഷെ അതിൻ്റെ അടിയിൽ വന്നിട്ട് ചിലർ പറയും അങ്ങനെ. അത് ഞാൻ ചിലപ്പോൾ എനിക്ക് ദേഷ്യം വരുന്ന വെച്ചാൽ അവരെന്തിനാണ് അങ്ങനെ പറയുന്നത്? എനിക്ക് സൗഹൃദങ്ങൾ നശിപ്പിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. പ്രണയമൊക്കെ നശിക്കാൻ ഒരു ഇച്ചിരി എന്തെങ്കിലും ചെറിയ കാരണം മതി. ബ്രേക്കപ്പ് പറയാം. ആരെയും പറയുന്നത് 9 വർഷം സ്നേഹിച്ച് കെട്ടിയ ആളാ പറയുന്നത്. അത് ചെറിയ കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ശ്രദ്ധിക്കണം. അപ്പം അങ്ങനെ സൗഹൃദങ്ങൾ
ഒക്കെ അങ്ങനെ നല്ല സൗഹൃദങ്ങൾ എൻ്റെ കമൻസിന് താഴെ വന്നിട്ട് പാർട്ടി പറയുമ്പോൾ എനിക്കൊരു സങ്കടം തോന്നും. സങ്കടം വരും. അങ്ങനെ വന്നിട്ടുണ്ടോ? കുറെ പേര് പറഞ്ഞിട്ടുണ്ട് നീ ഇതാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഞാൻ LDF വരെയാണെന്ന് അറിഞ്ഞില്ല, അവർ വേറെ വാക്കൊക്കെ പറയുന്നത്. അപ്പം ഇന്നാണെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഒരാളോട് നമ്മൾ സംസാരിച്ച് തോളെ കൈയിടുമ്പോഴത്തേക്ക് എൻ്റെ പാർട്ടി ഏതാ, നിന്റെ മതം ഏതാ, നിന്റെ പോക്കറ്റ് പൈസ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാനൊരു സൗഹൃദങ്ങളും സൂക്ഷിക്കാറില്ല. മനസ്സിലായി. ഇനി മുതൽ അങ്ങോട്ടായാലും ഇപ്പോഴായാലും ഞങ്ങൾ സൂക്ഷിക്കുന്ന ആളല്ല. അങ്ങനെ പറയുമ്പോൾ ഒരു സങ്കടം തോന്നും. അതെ, നമ്മള് അത്രയും കൂടെ നിന്ന് നല്ല സ്നേഹിച്ച ആളുകൾ തന്നെ. അതെ, നമുക്ക് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന സോഷ്യൽ മീഡിയ. അത്രയും നാള് പാർട്ടി ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ, മറ്റേ അതുകൊണ്ട് രഹസ്യമുണ്ട്. എനിക്കൊരു രഹസ്യമായ ഇതുണ്ട്, ഞാൻ ആരും നിർബന്ധിക്കുന്നില്ല. അതെ, ആ രഹസ്യം പരസ്യമാക്കിയപ്പോഴത്തേക്കാണ് ശത്രുക്കളുണ്ടെന്ന് അറിഞ്ഞത്. ഞാൻ വേറെ ആളോട് പറയുന്നില്ല നിങ്ങൾ ഇതിലേക്ക് വരണം എന്ന് പറഞ്ഞു. നിങ്ങളുടെ ശരിയെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പ്രവർത്തിക്കാം. എന്റെ ശരി, നമ്മുടെ സൗഹൃദം ശരിയാണെങ്കിൽ അത് മുന്നോട്ട് പോകാം. അതെ, ഇപ്പൊ വീട്ടിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ 2 പാർട്ടി പ്രവർത്തകരുണ്ടല്ലോ, ഭാര്യയും ഭർത്താവും പാർട്ടി പ്രവർത്തകരായപ്പോഴത്തേക്ക് എന്താ കുറച്ചുകൂടെ ഒന്ന് ഭയക്കണമല്ലോ. ഭയക്കൊന്നും വേണ്ട. ഇനിയിപ്പോ ഒരു ജില്ലയിലോട്ടുള്ള എങ്ങനെയാണ് സ്റ്റാൻഡപ്പ് കോമഡീസ് ഒക്കെ ഉണ്ടാവുമോ? തീർച്ചയായിട്ടും ഉണ്ടാവും. ഇതിന്റെ ഒരു തിരക്കൊക്കെ കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് ഉണ്ടാവും. അതെ, ഇപ്പം എന്തായാലും പോവാനായിട്ടൊക്കെ റെസ്ട്രിക്ഷൻസ് ഇപ്പം പോകുന്നുണ്ട്. നമുക്ക് അങ്ങനെ നമ്മൾ അവിടെ ഈ ഒരു ഇലക്ഷൻ കഴിയുന്നവരെ കുറച്ച് തിരക്കാണല്ലോ. ഇതിനിടയ്ക്ക് ചിലത് നമുക്ക് കണ്ടന്റുകൾ നമുക്ക് കിട്ടുകയും ചെയ്യും. ഒരുപാട് ആളുകളെ കാണുകയല്ലേ. അതെ, ഇപ്പൊ നമ്മൾ ഒരു ജില്ലയിൽ പോയി കഴിഞ്ഞാൽ അത് നമ്മൾ ഈ ഇലക്ഷന് വേണ്ടി യൂസ് ചെയ്യാന്നുള്ളൊരു രീതിയാവും. പിന്നെ തീർച്ചയായിട്ടും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു രീതിയിൽ തന്നെ ഈ ട്രോളിനെ ആളുകൾ വിചാരിക്കും. അവിടെ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നുണ്ട് എന്നൊക്കെ അങ്ങനെ ചോദ്യങ്ങൾ അവരല്ലെങ്കിൽ അത് പറയുമല്ലോ. മനസ്സിലായി. അത് വേറെ രീതിക്ക് അതൊരു പരസ്യമാവും. മനസ്സിലായി. അതൊക്കെ അപ്പം ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവ് മാത്രമല്ല, നെഗറ്റീവും ഉണ്ട് എല്ലാത്തിലും. നെഗറ്റീവ് അത് അവരുടെ അത് ശരിയാണല്ലോ. നമ്മളത് പരസ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതൊരു എന്റർടൈൻമെന്റ് ഷോ അല്ലേ. അവിടെ ചെന്ന് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടി ചേർന്ന് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുമ്പം എനിക്ക് എന്റർടൈൻമെന്റ് തന്നെയാണ് അത്. അത് വേറെ. അതെ, രണ്ട് വഴി. അത്രേ ഉള്ളൂ. അടിപൊളി. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഈ പണ്ടൊക്കെ രാഷ്ട്രീയക്കാരെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിലും പ്രതീക്ഷിക്കുന്ന ഒരു വേഷമൊക്കെ മറ്റേ ഞാൻ ഇവിടെ വന്നപ്പോഴും ഞാൻ വിചാരിച്ചത് മറ്റേ സാരിയൊക്കെ കൊടുത്ത് വൈറ്റും മറ്റേ അതൊക്കെ അങ്ങനെ. സ്കൂളുകളിലും അങ്ങനെ പണ്ടത്തെ ബിന്ദു ടീച്ചറൊന്നും അല്ലല്ലോ ഇപ്പൊ സ്കൂളുകളിൽ. അതെ. മാറ്റങ്ങൾ ഇപ്പൊ ഓരോ ടീച്ചർമാരുടെ ഒക്കെ വീഡിയോ വരുമ്പോഴത്തേക്കേ ഞങ്ങളുടെ ബിന്ദു ടീച്ചർ സിന്ധു ടീച്ചറൊന്നും അല്ലല്ലോ എന്നൊക്കെ. അതേപോലെ ഇതും മാറി. ഞാൻ ഫ്രോക്കും ഷൂ ഒക്കെ ഇട്ട് എല്ലാം മൊത്തം ചേഞ്ച് ആയി. അതെ, മാറ്റങ്ങൾ വരട്ടെ. അതെ. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ജയിച്ചു വരട്ടെ. ഇപ്പൊ ജയിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടെ കാണാം. ജയിച്ചാലും തോറ്റാലും നാട് തോക്കാതിരുന്നാ മതി. അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. Oxygen, the smartphone expert.